ഉടമനാട് ദ്രോണ PSCയുടെ ഫിസിക്സ് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഗുരുത്വാകർഷണം നോക്കാം. നിശ്ചിത മാസുള്ള രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പരാകർഷണ ബലമാണ് എന്തെന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. നിശ്ചിത മാസുള്ള രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പരാകർഷണ ബലമാണ് എന്തെന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും എല്ലാം അവയുടെ പരിക്രമണ പാതയിൽ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതിന് ആധാരമായ ബലമാണ് ഇതെന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലമാണ് ഇത് ഗുരുത്വാകർഷണ ബലം. അപ്പോ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലമാണ് ഏതെന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ബലം. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലം ഏതാ? പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലം ന്യൂക്ലിയർ ഫോഴ്സ്, ആണവ ബലമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയത്. എന്നാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഗുരുത്വാകർഷണ ബലം. ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ന്യൂട്ടൺ ആവിഷ്കരിച്ച ഒരു നിയമമാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം. ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട് ന്യൂട്ടൺ ആവിഷ്കരിച്ച നിയമമാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം. അപ്പൊ സാർവിക ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ആരാണ്? സർ ഐസക് ന്യൂട്ടൺ. അദ്ദേഹം അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പ്രപഞ്ചത്തിലുള്ള രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് Gm1m2 ഡിവൈഡഡ് ബൈ d². ഇതാണ് അദ്ദേഹം ആവിഷ്കരിച്ച ഇക്വേഷൻ. ഓക്കെ, സാർവിക ഗുരുത്വാകർഷണത്തിൽ ന്യൂട്ടൺ പറഞ്ഞത് പ്രപഞ്ചത്തിലുള്ള രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം Gm1m2 ഡിവൈഡഡ് ബൈ d². m1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വസ്തുവിന്റെ മാസ്, m2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വസ്തുവിന്റെ മാസ്, d എന്ന് പറയുന്ന അവർ തമ്മിലുള്ള അകലം. ഓക്കെ, ഇനി ജിക്ക് ഒരു പേരുണ്ട്. ജിയുടെ പേരാണ് ഗുരുത്വാകർഷണ സ്ഥിരാങ്കം. ജിയുടെ പേരാണ് ഗുരുത്വാകർഷണ സ്ഥിരാങ്കം. ഓക്കെ, ഇനി ജിയുടെ വില പരീക്ഷണത്തിലൂടെ ആദ്യമായി നിർണയിച്ചത് ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ജിയുടെ വില പരീക്ഷണത്തിലൂടെ ആദ്യമായി തെളിയിച്ചത്. അപ്പൊ ജിയുടെ വിലയോട് പഠിച്ചുകൊള്ളുക. ജിയുടെ വില, ഗുരുത്വാകർഷണ സ്ഥിരാങ്കമായ ജിയുടെ വില 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ് ആരുടെ വില? ജിയുടെ വില. അപ്പൊ ജി അറിയപ്പെടുന്ന പേര് ഗുരുത്വാകർഷണ. പരീക്ഷണത്തിലൂടെ ജിയുടെ വില ആദ്യമായി നിർണയിച്ചത് ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ഓക്കെ, അപ്പോ രണ്ട് വസ്തുക്കൾ 10 കിലോഗ്രാം വീതമുള്ള രണ്ട് വസ്തുക്കൾ നിശ്ചിത അകലത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവ തമ്മിൽ ഒരു പരസ്പര ആകർഷണ ബലം ഉണ്ടായി അല്ലേ? ഓക്കെ, അപ്പൊ ഇവ തമ്മിൽ പരസ്പര ആകർഷണ ബലമുണ്ട്. അപ്പോ അതിൽ ഒന്നിന്റെ മാസ് ഇരട്ടിയായി എന്ന് വിചാരിക്കുക. ഒന്നിന്റെ മാസ് എന്ത് ചെയ്തു? ഇരട്ടിയായി. ആദ്യത്തെ വസ്തുവിന്റെ മാസ് എത്ര തന്നെ? 10 തന്നെ. അങ്ങനെ പരസ്പരം ആകർഷിക്കുന്ന വസ്തുക്കളിൽ ഒന്നിന്റെ മാസ് ഇരട്ടിയായാൽ അവർ തമ്മിലുള്ള ആകർഷണ ബലവും എന്ത് ചെയ്യും? ഇരട്ടിയായി മാറും. ഓക്കെ, അപ്പൊ പരസ്പരം ആകർഷിക്കുന്ന വസ്തുക്കളിൽ ഒരു വസ്തുവിന്റെ മാസ് ഇരട്ടിയായാൽ ആകർഷണ ബലവും എന്ത് ചെയ്യും? ഇരട്ടിയായി മാറും. ഓക്കെ, ഇനി രണ്ട് വസ്തുവിന്റെയും മാസ് ഇരട്ടിയാകുന്നു എന്ന് വിചാരിക്കുക. രണ്ട് വസ്തുവിന്റെയും മാസ് ഇരട്ടിയായി കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ആകർഷണ ബലം 4 മടങ്ങായി മാറും. എത്രയായി മാറും? 4 മടങ്ങായി മാറും. ഓക്കെ, അപ്പൊ പരസ്പരം ആകർഷിക്കുന്ന വസ്തുക്കളിൽ ഒരു വസ്തുവിന്റെ മാസ് ഇരട്ടിയായാൽ ആകർഷണ ബലം 2 മടങ്ങായി മാറും. രണ്ട് വസ്തുക്കളുടെയും മാസ് ഇരട്ടിയായാൽ ആകർഷണ ബലം എന്ത് ചെയ്യുന്നു? 4 മടങ്ങായി മാറും. എത്രയായി മാറും? 4 മടങ്ങായി മാറും. ഇനി സപ്പോസ് അവരിരിക്കുന്ന അകലമാണ് കൂടുന്നത്. അവരാദ്യം ഇത്ര അകലത്തിലായിരുന്നു. അകലം എന്ത് ചെയ്തു? ഇരട്ടിച്ചു. അകലം എന്ത് ചെയ്തു? ഇരട്ടിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ആകർഷണ ബലം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ? അകലം കൂടുന്നതനുസരിച്ച് ആകർഷണ ബലം എന്ത് ചെയ്യും? കുറയും. അകലം കുറയുന്നതനുസരിച്ച് ആകർഷണ ബലം എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, അകലം നമ്മൾ 4-1 കുറയ്ക്കുന്നു എന്ന് വിചാരിക്കാം. രണ്ട് വസ്തുക്കൾ ഇരിക്കുകയായിരുന്നു. ആ ഇരുന്ന വസ്തുവിന്റെ അകലം നമ്മൾ 4-1 കുറച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ 4-1 കുറച്ചാൽ ആകർഷണ ബലം 16 മടങ്ങായി മാറും. എത്രയായി മാറും? 16 മടങ്ങായി മാറും. ഇതാണ് സാർവിക ഗുരുത്വാകർഷണ നിയമത്തിൽ ന്യൂട്ടൺ പറഞ്ഞത്. ഓക്കെ.